ഹായ് ഗൈസ്, ഇതാണ് ശാന്തിനികേതൻ നെക്സസ് സ്മാർട്ട്. അപ്പോൾ ഇവിടെ വന്നത് എനിക്ക് സ്പെക്സ് എടുക്കാൻ വേണ്ടിയിട്ടാണ്. പക്ഷേ പറഞ്ഞത് എനിക്കാണെങ്കിലും ഇവരാണ് നോക്കുന്നതും ഇവരാണ് ഇട്ട് നോക്കുന്നതൊക്കെ ചെയ്യുന്നത്. അത്യാവശ്യം നല്ല സെലക്ഷൻസും കാര്യങ്ങളൊക്കെ ഉള്ള സ്ഥലമാണ്, അത്യാവശ്യം കുഴപ്പമില്ല. അങ്ങനെ ഞങ്ങൾ ഇതിനെക്കുറിച്ചൊരു കാര്യങ്ങളൊക്കെ കൂടുതൽ അറിയാൻ വേണ്ടിയിട്ട് അവിടുത്തെ സ്റ്റാഫിനോട് സംസാരിച്ചു. അവനാണ് നല്ല വൈബാണ്, ചില്ലാണ്, നല്ല രീതിയിൽ കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നു. അത്യാവശ്യം കുഴപ്പമില്ല. അവനെ ഞങ്ങൾ എന്ത് ചെയ്തെന്ന് വെച്ചാൽ എനിക്ക് വേണ്ട ഒരു സ്പെക്സ് ഞങ്ങൾ സെലക്ട് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അത്യാവശ്യം നല്ലൊരു സ്പെക്സ് കണ്ടപ്പോൾ ഞാനത് എടുത്തു. ഓക്കെ, അപ്പോൾ ഇത് എനിക്ക് യൂസ്ഫുൾ ആണോ കാര്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് ഞാൻ ബോസിനോട് ചോദിക്കാൻ വേണ്ടി നിൽക്കുകയായിരുന്നു. ബോസിൻ്റെ അടുത്ത് പോയി ബോസിനോട് കാര്യങ്ങൾ ചോദിച്ചപ്പോൾ ബോസ് പറഞ്ഞു, ബോസേ ഞാനല്ല ആൾ, അവൻ്റെ ആൾ വേറെ ആളാണ്, അവിടെ പോയി ചോദിച്ചാൽ മതി എന്ന് പറഞ്ഞു. ഞങ്ങൾ അങ്ങോട്ട് ആ ബോസിനെ തപ്പി നടക്കുക. ആ ബോസിൻ്റെ അടുത്ത് പോയപ്പം കാര്യങ്ങൾ കൂടുതലായിട്ട് മനസ്സിലാക്കാൻ വേണ്ടി നിന്നപ്പം ഒന്നും മനസ്സിലായില്ലെങ്കിലും എല്ലാം അറിയുന്ന പോലെ തന്നെയുള്ള ഭാവത്തിൽ ഞാൻ അവിടെ നിന്നു. ഒന്നും മനസ്സിലായില്ല, എന്തൊക്കെയോ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ കാര്യത്തോടെത്തിയപ്പം മനസ്സിലായി ഇത് എനിക്ക് പറ്റിയ സാധനമാണെന്നും. പിന്നെ ഏട്ടൻ വല്ലതും നോക്കാതെ ഞാനത് ഇങ്ങോട്ട് ഓർഡർ ചെയ്തു. ഓക്കെ, ഡീൽ സെറ്റ് എന്ന് പറഞ്ഞിട്ട് ഞാനത് ഇങ്ങോട്ട് വാങ്ങി. അത് വാങ്ങിക്കഴിഞ്ഞപ്പോൾ തന്നെ ചെറിയൊരു വിശപ്പടിക്കാൻ തുടങ്ങി. വിശപ്പടിച്ച സമയത്ത് ഒരു സ്നാക്സ് കഴിക്കാന്നുള്ള രീതിയിൽ ഞങ്ങൾ എന്ത് ചെയ്തു, അടുത്ത സ്ഥലം നോക്കി. അപ്പോൾ നോക്കിയപ്പോൾ ഇവിടുന്ന് ഒരു ഹോട്ട് ഡോഗ് വാങ്ങാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഹോട്ട് ഡോഗ് വാങ്ങാൻ വേണ്ടി അവിടെ ഓർഡർ കൊടുത്തു. ചേച്ചിയായിട്ടും ചേട്ടനായിട്ടും നല്ല കമ്പനി അടിച്ചു. അവിടെ ഇരുന്ന് അങ്ങനെ ഇരുന്ന് ഇത് കിട്ടാൻ ലേറ്റ് ആയപ്പോൾ ഇവരുടെ മുഖഭാവമൊക്കെ മാറിയിട്ടോ, വിശന്നിട്ട് അങ്ങനെ ഇരിക്കുകയാണ്, വിശന്ന സാധനം കിട്ടായിട്ട്. പക്ഷേ സെൽഫി എടുക്കാൻ അവർക്ക് അതിന് നേരം ഉണ്ടായിരുന്നു. അതവർ വിട്ടില്ല. സെൽഫി മുഖ്യം ബിഗിലേ എന്ന് പറഞ്ഞിട്ട് സെൽഫീസ് കാര്യങ്ങളൊക്കെ നോക്കിയിരിക്കുമായിരുന്നു. ലാസ്റ്റ് എന്ത് ചെയ്തു എന്ന് വെച്ചാൽ ചേട്ടൻ കൊണ്ടുതന്നു കേട്ടോ, 2 ഹോട്ട് ഡോഗ് കൊണ്ടുതന്നു. എനിക്ക് ഇഷ്ടപ്പെട്ടില്ല, സീരിയസ്ലി പറയാണ്. അപ്പോൾ അവർ രണ്ടുപേരും അത് കഴിച്ചു, കുഴപ്പമില്ലാതെ. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം, ഡ്രസ്സ് എടുക്കുന്ന സ്ഥലത്താണ് ഞങ്ങളുള്ളത്. വേറെ ഒന്നുമല്ല, എൻ്റെ അമ്മേൻ്റെ ബർത്ത്ഡേ ആണ് വരുന്നത്. അപ്പം ബർത്ത്ഡേ അനുബന്ധിച്ച് ഞങ്ങൾ ഒരു ഡ്രസ്സ് എടുത്ത് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ ഡ്രസ്സ് സെലക്ട് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഫൈനലി അതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ നൈറ്റ് ആയപ്പോൾ ഞങ്ങൾക്കൊരു ഫുഡ് കഴിക്കാൻ തോന്നി. പിന്നെ കാരണം ഫുഡ് എന്നുള്ള വിചാരം മാത്രമേ ഉള്ളൂ. അങ്ങനെ ഞങ്ങൾ ചിക്കൻ സ്റ്റീക്ക് വാങ്ങി കഴിച്ചു. അത്യാവശ്യം കുഴപ്പമില്ല. ചിക്കൻ സ്റ്റീക്ക് വിത്ത് നൂഡിൽസാണ്. അത്യാവശ്യം നല്ല ഫുഡായിരുന്നു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അതെല്ലാം കഴിഞ്ഞിട്ട് മിനിസോയിലോട്ട് ഇറങ്ങിയപ്പോൾ അറിയാം, എൻ്റെ പൊന്നെ ഞാൻ ഞെട്ടിപ്പോയി. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ 20 രൂപയുടെ ബ്രഷും കാര്യങ്ങളൊക്കെ വാങ്ങി യൂസ് ചെയ്യുന്ന നമുക്ക് ഇവർ വാങ്ങി എടുക്കുന്ന ബ്രഷിൻ്റെ പ്രൈസെല്ലാം കണ്ടിട്ട് എൻ്റെ കിളി പോയി. അങ്ങനെ ഇവർ രണ്ടുപേരും കൂടി എന്നെ കൺവിൻസ് ചെയ്യാനുള്ള പ്ലാനിലാണ്. പക്ഷെ നടന്നില്ല, ചീറ്റിപ്പോയി. ഞാൻ അതങ്ങനെ തന്നെ എടുത്ത് തിരിച്ച് വെക്കാൻ പറഞ്ഞു. വലിയ കാര്യമൊന്നുമില്ല എന്ന് പറഞ്ഞപ്പോൾ ഞാൻ തിരിച്ചെടുത്ത് വെച്ചു. അത് കഴിഞ്ഞപ്പോൾ അടുത്ത സാധനമായിട്ട് വന്നു, ബാഗ്. എൻ്റെ പൊന്നോ, ഈ ബാഗ് ഞാനതിലേക്ക് ഇതൊക്കെ വാങ്ങിയിട്ട് എങ്ങോട്ടാണ് പഠിച്ചോനെ, ഇവരെയും കൊണ്ട് പോയി കഴിഞ്ഞാൽ തീരുമാനമാവുന്നു മനസ്സിലായി. നൈസായിട്ട് ഇവിടെ സ്കൂട്ടാവണമെന്ന് മനസ്സിലായപ്പോൾ പക്ഷേ പറഞ്ഞിട്ട് കാര്യമില്ല, ഇവർ വാങ്ങേണ്ട സാധനങ്ങളൊക്കെ വാങ്ങി, പർച്ചേസ് ചെയ്യേണ്ട സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്യിപ്പിച്ചു. എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു സാധനമായിരുന്നു ഇത്, ഈ ഡോഗിൻ്റെ പൗച്ച്. എന്ത് ചെയ്യാനറിയില്ല, അതും വാങ്ങിപ്പിച്ചു. എല്ലാം വാങ്ങി ലാസ്റ്റ് ഞങ്ങൾ വീട്ടിലേക്ക് മടങ്ങി. ബൈ.